ഓക്കെ, സോ ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് എന്താണ്, വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ് എന്നുള്ളതൊന്ന് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ് ഓഫ് എ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽ. ഓറൽ കോൺട്രസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ബർത്ത് കൺട്രോളാണ്. ബർത്ത് കൺട്രോളിൽ ഒരു വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ളതാണ് ഹോർമോൺ പിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് രണ്ട് രീതിയിലുണ്ട്. ദാറ്റ് ഈസ് വൺസ് എ വീക്ക് പില്ലുണ്ട്, നമുക്കറിയാം സഹേലിയാണ്. അല്ലാതെ കോമൺ ആയിട്ടുള്ള ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽ എന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻ പിൽസ് ആണ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ്, അങ്ങനെ തന്നെയാണ് ആ ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുള്ളത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് വളരെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് പ്രൊജസ്ട്രോൺ. ഓൾ കോൺട്രസെപ്റ്റീവ് പിൽസ് ആർ ഓഫ് കോമ്പിനേഷൻ ഓഫ് പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻ പിൽസ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ഹൈ ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ, പ്രിവെൻറ്റ്സ് ദ സെക്രീഷൻ ഓഫ് GnRH. GnRH കുറയുമ്പോൾ FSH LH കുറയും. ദാറ്റ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഇൻ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്യൂബെക്ടമി ഈസ് എ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ ഇസ് എ പെർമനന്റ് ബർത്ത് കൺട്രോൾ ടെക്നിക്കാണ്. ഇത് രണ്ട് തരത്തിലുണ്ട്, ഫീമെയിൽസിനും മെയിൽസിനും. ഫീമെയിൽസിന് ഇറ്റ് ഈസ് കോൾഡ് ട്യൂബെക്ടമി, മെയിൽസിന് വരുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് വാസെക്ടമി എന്ന് പറയും. അപ്പോൾ ട്യൂബെക്ടമിയിൽ എ സ്മോൾ പോർഷൻ ഓഫ് ഫാലോപ്പിയൻ ട്യൂബ് ഈസ് റിമൂവ്ഡ് ഓർ ടൈഡ് അപ്പ്. അതാണ് ട്യൂബെക്ടമി എന്ന് പറയുന്നത്. ഓവറീസ് ആർ റിമൂവ്ഡ് സർജിക്കലി എന്ന് പറഞ്ഞാൽ ഉഫോറെക്ടമി ആണ്. സ്മോൾ പാർട്ട് ഓഫ് വാസ് ഡിഫറൻസ് ഈസ് റിമൂവ്ഡ് ആൻഡ് ടൈഡ് അപ്പ് ആണ് വാസെക്ടമി ആണ്. യൂട്രസ് ഈസ് റിമൂവ്ഡ് സർജിക്കലി ഈസ് കോൾഡ് ഹിസ്റ്ററെക്ടമി എന്ന് പറയും. അപ്പോൾ ദി ഓപ്ഷൻ ഈസ് 1. തേർഡ് ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എംപ്ലോയ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ആണ്. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക്. ആർട്ടിഫിഷ്യൽ ബർത്ത് കൺട്രോൾ ടെക്നിക്കാണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക് എന്ന് പറയുന്ന മെക്കാനിസത്തിൽ ARTയിൽ വരുന്നതാണ് ടെസ്റ്റ് ട്യൂബ് ബേബി. where the couples are not able to conceive, അത് ഡ്യൂ ടു ഡിഫെക്ട്സ് ഓഫ് either female or the male ആണെങ്കിൽ, female has a problem with her oviduct or uterus, or the fertilization is not happening in the female body ആണെങ്കിൽ, eggs are and sperms are fertilized outside the body in lab condition. അതിനെ നമ്മൾ പറയാം ഇൻവിട്രോ. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സൈഗോട്ട് റീഇൻസേർട്ടഡ് ഇൻ ടു ദ ഫീമെയിൽ ബോഡി. ഇതാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇൻവിട്രോ അല്ല, ഇൻവൈവോ ആണ്, വേർ ദ സെമൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ക്. ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇൻസെമിനേഷൻ്റെ അനദർ പ്രോസസ് വേർ സെമൻ ഈസ്, ഇവിടെ സെമൻ ടു ദ വെജൈന ആണെങ്കിൽ അവിടെ സെമൻ ടു ദ യൂട്രസ്. ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അത് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം ആവില്ല. ഫീമെയിൽ ഇസ് നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് ഹെൽത്തി ഗമീറ്റ്സ് ആണെങ്കിൽ ഹാർവെസ്റ്റഡ് ഗമീറ്റ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ്. സിഫ്റ്റ് എന്ന് പറയുന്നത് സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. സൈഗോട്ട് ഈസ് ട്രാൻസ്ഫേർഡ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് ഈസ് ഓപ്ഷൻ 4 ഓർ സിഫ്റ്റ് എന്ന് പറയും. കാരണം എന്താ, സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ലീഡിക് സെൽസ് ഫൗണ്ട് ഇൻ ഹ്യൂമൻ ബോഡി ആർ ദ മെയിൻ സോഴ്സ് ഓഫ് വിച്ച് ഹോർമോൺ ആണ്. ലീഡിക് സെൽസിന് നമ്മൾ വേറൊരു പേര് പറയും ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ഇന്റർസ്റ്റീഷ്യൽ സെൽസ് മെയിൽ ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ ടെസ്റ്റിക്കുലാർ ലോബ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സർട്ടോളി സെൽസിൻ്റെ ഇടയിലുള്ള ട്രയാങ്കുലാർ ഷേപ്ഡ് സെൽസ് ആണ് ലീഡിക് സെൽസ്. ദേ പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ ഇസ് എ മെയിൽ ഹോർമോൺ വിച്ച് വി കോൾ ആസ് എ ആൻഡ്രോജൻ എന്ന് പറയും. ടെസ്റ്റോസ്റ്റിറോൺ വിച്ച് ഇസ് എ മെയിൽ ഹോർമോൺ വിച്ച് ഇസ് കോൾഡ് ആൻഡ്രോജൻ എന്ന് പറയും. അപ്പോൾ ലീഡിക് സെൽസിനെ വേറൊരു പേര് പറയുന്നതാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് പറയുന്നു. മെൻസ്ട്രൽ ഫ്ലോ or the process of menstruation occurs due to the absence of uterine endometrium developed ആവും. യൂട്രൈൻ എൻഡോമെട്രിയം ഈസ് ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ ഈ ഡെവലപ്ഡ് യൂട്രൈൻ എൻഡോമെട്രിയത്തിന് ഇതുപോലെ നിലനിർത്തുന്നത് ഇസ് പ്രൊജസ്ട്രോൺ. അതുപോലെ നിലനിർത്താൻ എക്സസ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ ഈസ് റിക്വയർഡ്. ആ എക്സസ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് എക്സ്ട്രാ എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം corpus luteum. Fertilization does not occur in 5 to 7 days. Corpus luteum disintegrates and progesterone level decreases. And the decrease in progesterone causes
the breakdown of uterine endometrium. As a result, menstrual bleeding occurs. So, menstrual flow occurs due to lack of progesterone. Capacitation എന്ന് പറഞ്ഞാൽ activation of the sperm, changes in the sperm before fertilization ആണ്. ഇപ്പോൾ സ്പേം ഇൻസെമിനേറ്റ് ചെയ്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ sperm undergoes certain changes. Sperm prepares itself to move to the egg and fertilize the egg. Spermന്റെ acrosome enzymes are all made active and they move towards the egg. ആ ആക്ടിവേഷൻ ഓഫ് sperm in the female reproductive tract-നെയാണ് നമ്മൾ പറയുക capacitation എന്ന് പറയുന്നത്. So the answer is 4. Embryo with more than 16 blastomeres. More than 16, ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ക്ലൂ എന്ന് പറയുന്നത്. Formed due to in vitro fertilization is transferred into less than 8 അല്ലെങ്കിൽ 16 ആണെങ്കിൽ it is introduced into the fallopian tube. More than 16 ആണെങ്കിൽ it is introduced into the uterus എന്ന് പറയും. Option 3. If for some reason vasa efferentia എന്ന് പറയുമ്പോൾ എന്താണ് ഓർക്കേണ്ടത്? Carries sperm from testis to epididymis, gets blocked. Gametes will not be transported from testis to epididymis. The sperms will not be transferred from testis to epididymis. Clear? Vasa efferentia's function എന്താണെന്ന് ചോദിച്ചാൽ carries sperms out of the test. During the process of oogenesis, each primary oocyte gets surrounded by a layer of granulosa cells. Each primary oocyte gets surrounded by a layer of granulosa cells and then it is called a primary follicle. ഒരു layer of granulosa cells ആണെങ്കിൽ it is called primary follicle. Many layers of granulosa cells and a theca layer ആണെങ്കിൽ it is called secondary follicle. Secondary follicle with a cavity called antrum. Theca layer is divided into the inner theca and outer theca ആകുമ്പോൾ it is called a tertiary follicle എന്ന് നമ്മൾ പറയും. 10th ക്വസ്റ്റ്യൻ, ലിപ്പസ് ലൂപ്പ്. ഇറ്റ് ഇസ് എൻ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണ്. ഇത് ലിപ്പസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നോൺ മെഡിക്കേറ്റഡ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്. ലിപ്പസ് ലൂപ്പ് ഇസ് എ നോൺ മെഡിക്കേറ്റഡ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. മ്യൂൾ എന്ന് പറയുന്നത് ഹോഴ്സ് ആൻഡ് ഡോങ്കി ക്രോസ് ആണ്. മ്യൂൾ, റൈറ്റ്? കോവർ കഴുതാന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇറ്റ് ഈസ് ആൻ ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇവിടെ തെറ്റിപ്പോകരുത്. ഇറ്റ് ഈസ് രണ്ട് സ്പീഷീസ് തമ്മിലുള്ള ഹൈബ്രിഡൈസേഷൻ ആണ്. സുപ്പീരിയർ ക്യാരക്ടേഴ്സ് ഓഫ് ബോത്ത് സ്പീഷീസ് വിൽ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ്. മ്യൂൾ എന്ന് പറഞ്ഞാൽ ഹോഴ്സിന്റെ ക്യാരക്ടർ ഉണ്ടാവും, ഡോങ്കിയുടെ ക്യാരക്ടർ ഉണ്ടാവും. അതിനെ നമ്മൾ പറയുക ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേയേഴ്സ് ഇൻ ദി ആൻട്രൽ ഫോളിക്കിൾ is acellular? സെല്ല് കൊണ്ടല്ലാത്തത് ആൻട്രൽ ഫോളിക്കിളിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ നോൺ സെല്ലുലാർ ലെയർ ഈസ് സോണ പെലൂസിഡ എന്ന് പറയാം. സോണ പെലൂസിഡ എന്ന് പറയുന്ന ഔട്ടർ ലെയർ ഈസ് നോൺ സെല്ലുലാർ. സോണ പെലൂസിഡ ലെയർ ഈസ് നോൺ സെല്ലുലാർ ലെയർ ആണ്. സോണ പെലൂസിഡ അല്ലെ കൊറോണ റേഡിയേറ്റ ഇതെല്ലാം എഗ്ഗിന് ചുറ്റുമുള്ള ലെയേഴ്സ് ആണ്. അതിൽ സോണ പെലൂസിഡ ഇസ് എ നോൺ സെല്ലുലാർ ലെയർ. How many cleavages are required for the formation of 16 blastomeres? Simple maths ആണ്. ഇതൊന്നും ചെയ്യാനില്ല. ക്ലീവേജ് ഒരെണ്ണം, ഫസ്റ്റ് ക്ലീവേജ് 2 എണ്ണം, സെക്കൻഡ് ക്ലീവേജ് 4 എണ്ണം, തേർഡ് ക്ലീവേജ് 8 എണ്ണം, ഫോർത്ത് ക്ലീവേജ് 16 എണ്ണം. ഡിവിഷൻ ഓഫ് സൈഗോട്ട് ഈസ് കോൾഡ് ക്ലീവേജ് എന്ന് പറയുന്നത്. 16 എണ്ണം വരണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി 4 ക്ലീവേജസ്, 4 ക്ലീവേജസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം എപ്പികൾച്ചർ ആണ്. മോസ്റ്റ് കോമൺ ഹണിബി സ്പീഷീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള മോസ്റ്റ് കോമൺ ഹണിബി സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എപ്പിസ് ഇൻഡിക്കയാണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള എപ്പിസ് ഇൻഡിക്കയാണ്. എപ്പിസ് ഡോർസേറ്റ എന്ന് പറഞ്ഞാൽ റോക്ക് ബി എന്ന് പറയും. നമ്മൾ ഈ വലിയ മലയുടെ മുകളിലും പാറയമൊക്കെ കാണുന്നതാണ് റോക്ക് ബി. ദെൻ എപ്പിസ് മില്ലിഫെറ എന്ന് പറയുന്നത് യൂറോപ്യൻ ബി ആണ്. കമീലിയസ് ഇസ് ക്യാമൽ ആണ്. ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. ഓക്കെ. മെയിൻ ഡീമെറിറ്റ് ഓഫ് ക്ലോസ് ഇൻബ്രീഡിങ്. ഡീമെറിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഡീമെറിറ്റ് ഓഫ് ക്ലോസ് ഇൻബ്രീഡിങ് ഈസ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമ്മൾ പറയുന്നത്.
is inbreeding depression. The major problem, അല്ലെങ്കിൽ ഒരു major negative impact is inbreeding depression. Earth was supposed to be formed 4,500 MYA എന്ന് പറഞ്ഞാൽ million years ago, and life appeared 500 million after its formation. Evolution എന്ന് പറഞ്ഞ ഭാഗത്ത് NCERT ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Earth was formed 400 billion years ago and life appeared 500 million after the formation of Earth. Universe was formed 20 billion years ആണ്, റൈറ്റ്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. പക്ഷേ ഇത് നമ്മൾ നമ്പറും ഇയറും സാധാരണ കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടിബ്രേറ്റ്, സീവീഡ്സ്, ജോലെസ് ഫിഷസ്, ഇക്തിയോസോറസ്, റൈറ്റ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഇറ്റ്സ് ഒറിജിൻ. ഫസ്റ്റ് ഇവോൾവ്ഡ് ടു ദ ലാസ്റ്റ് ഇവോൾവ്ഡ് ആണ്. ആദ്യം ഇവോൾവ് ചെയ്തിട്ടുള്ളത് ആർ ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്. 1 ഇൻവെർട്ടിബ്രേറ്റ്സ്. ദെൻ കംസ് സീവീഡ്സ് 2. 350 നമുക്ക് പറയാവുന്നത് ഇസ് ജോലെസ് ഫിഷസ്. സോ ദാറ്റ് ഈസ് 3. ഇക്തിയോസോറസ് 4. 1 2 3 4. സെക്കൻഡ് ഓപ്ഷൻ ഇസ് കറക്റ്റ്. ഇത് പാരഗ്രാഫായിട്ടാണ് നമ്മുടെ NCERT കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഓരോന്നിൻ്റെ ഇയർ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് ഇറ്റ്. 500 million, 320 million, 350 million, അങ്ങനെ നമുക്ക് കണ്ടെത്താം. ആസ്ട്രാലോപിത്തേക്കസ്, സെൻട്രൽ ആഫ്രിക്ക 2 million years, വെസ്റ്റ് ആഫ്രിക്ക 15 million years, ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡ് 2 million years, സൗത്ത് ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡ് 15 million years. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം എത്ര മില്യൺ ഇയേഴ്സ് ആണ്. 2 to 4 million സാധാരണ നമ്മൾ പറയുക. ഇനി എവിടെയാണ് ഇത് കണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ സെൻട്രൽ ആഫ്രിക്ക, വെസ്റ്റ് ആഫ്രിക്ക, ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡ്. NCERTയുടെ ആസ്ട്രാലോപിത്തേക്കസ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഡ്രയോപിത്തേക്കസ് കഴിഞ്ഞാൽ then comes 2 to 4 million years ago എന്നുണ്ട്. ആസ്ട്രാലോപിത്തേക്കസിന് 2 million ഫോസിൽ കിട്ടിയിട്ടുണ്ട്, 4 million ഫോസിലും കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡ്സ് 2 million years ago. 15 അല്ല എന്നുള്ളത് 15 million years ago was Dryopithecus and Ramapithecus. Okay. According to Hardy-Weinberg principle, P and Q represents frequency of allele A and allele small a. What will be the frequency of dominant allele AA individuals in a population? അപ്പോൾ ഇതാണ് ഹാർഡി-വീൻബർഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ P² is equal to AA, Q² is equal to AA, 2PQ is equal to heterozygous dominant. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? ക്യാപിറ്റൽ എ ഏതാണെന്നുള്ളത്. ഇത് ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം നമ്മൾ പഠിക്കുമ്പോൾ ആകെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ദി ആൻസർ ഇസ് 4. Question number 19, answer is 4. Clear? Evolution is not continuous. It's a jerky and a discontinuous process. ഇത് NCERT ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Evolution is not continuous. It's a jerky and discontinuous process. ഇത് പുട്ട് ഫോർവേഡ് ബൈ നമ്മളെ ഹ്യൂഗോ ഡെവറിസ് ആണ്. ഹ്യൂഗോ ഡെവറിസ് പറയുമ്പോൾ മ്യൂട്ടേഷൻ തിയറി, ജർക്കി ആൻഡ് ഡിസ്കണ്ടിന്യൂസ്, ഇയാൾ തന്നെയാണ് ഇൻട്രൊഡ്യൂസ്ഡ് വേർഡ് സോൾട്ടേഷൻ എന്ന് പറയുന്നത്. 1 single സ്റ്റെപ്പ് മ്യൂട്ടേഷൻ. അപ്പോൾ മ്യൂട്ടേഷൻ തിയറി പറയുന്ന എവല്യൂഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ്, ഇറ്റ്സ് എ ജർക്കി ആൻഡ് എ ഡിസ്കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത്. ദിസ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഹ്യൂഗോ ഡെവറിസ് ആണ്. ഹി ഇൻട്രൊഡ്യൂസ് ദ ടേം സോൾട്ടേഷൻ. സോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ചാട്ടം, ആ ചാട്ടത്തിൽ എവല്യൂഷൻ ഹാപ്പൻഡ് എന്ന് നമ്മൾ പറയും. Which of the following features are true for stabilizing type of natural selection? Stabilizing natural selection എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ നിന്ന് ഇന്റർമീഡിയറീസ് ആർ സെലക്റ്റഡ്. ഇന്റർമീഡിയറീസ് സെലക്ട് ചെയ്യുമ്പോൾ 2 എക്സ്ട്രീം ക്യാരക്ടേഴ്സ് ഉൾപ്പെടുന്ന ഇന്റർമീഡിയറീസ് ആർ സെലക്റ്റഡ്. അതിനെയാണ് നമ്മൾ പറയുക സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ ഓഫ് ആവറേജ് ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, ഇറ്റ് റെഡ്യൂസസ് വേരിയേഷൻസ് ഉണ്ടാവും, ഇറ്റ് ഈസ് എ ബെൽ ഷേപ്ഡ്. സ്റ്റെബിലൈസിങ് എപ്പോഴും ബെൽ ഷേപ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസിങ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്? ഓൾ ദി അബവ്. ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ആവറേജ് ഇൻഡിവിജ്വൽസ്, അതാണ് ഇന്റർമീഡിയറി ആർ സെലക്റ്റഡ് എന്ന് പറയുന്നത്. 22. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസ്, നമ്മളിപ്പോൾ കിഡ്നി മാറ്റി വയ്ക്കുക, ലിവർ മാറ്റി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് ടു സേവ് സർട്ടൻ പേഷ്യൻറ്റ് ഈസ് ഓഫൺ ഫെയിൽസ്. അതിൻ്റെ കാരണം റിജക്ഷൻ ആണ്. Which type of immune response is responsible for this rejection is a cell-mediated immunity. അല്ലെങ്കിൽ T cells ആണ് are responsible for rejection എന്ന് പറയാം. Cell-mediated immunity. Humoral immunity എന്ന് പറഞ്ഞാൽ antibody mediated immunity ആണ്.
ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുക. ഫിസിയോളജിക്കൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇത് ഇനേറ്റ് ഇമ്മ്യൂണിറ്റിയാണ്, മ്യൂക്കസ്, സലൈവ എന്നൊക്കെ പറയുന്നത്. നാർക്കോട്ടിക് ഡ്രഗ്സ് ലൈക്ക് ചരസ്, ബാങ്, ഗാഞ്ച, കഞ്ചാവിൻ്റെ വെറൈറ്റീസ് ആണ്. ദേ ആർ ഒബ്റ്റെയിൻഡ് ഫ്രം കനാബിസ് സറ്റൈവ, ഹെംപ് പ്ലാന്റ് എന്ന് പറയുന്നത് കഞ്ചാവ് ചെടിക്ക് നമ്മൾ പറയുന്ന പേരാണ്. പോപ്പി പ്ലാന്റ് എന്ന് പറയുന്നത് പെപ്പാവർ സോമിനിഫറം എന്ന് പറയും, ഓപ്പിയം എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. കോക്ക പ്ലാന്റ് എന്ന് പറയുന്നത് എറിത്രോസൈലം കോക്ക. എർഗോട്ട് ഫംഗസിൽ നിന്നാണ് LSD, ലൈസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ് എന്ന് പറയുന്നത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. സോ ചരസ്, ഭാങ്, ഗാഞ്ച എന്നൊക്കെ പറയുന്നത് ആർ ഒബ്റ്റെയിൻ ഫ്രം ഹെംപ് ആൻഡ് ദേ ആർ ഹാലൂസിനോജനിക് ആണ്. ദേ കോസസ് ഹാലൂസിനേഷൻ. Which of the following vaccine is an example of recombinant vaccine? Vaccines പല തരത്തിലുള്ളതുണ്ട് നമുക്കറിയാം. റീകോമ്പിനന്റ് വാക്സിൻ എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ആണ്. ഇസ് എ റീകോമ്പിനന്റ് ബയോടെക്നോളജിയുടെ തേർഡ് ജനറേഷൻ വാക്സിൻസ് എന്ന് പറയാവുന്നതാണ് റീകോമ്പിനന്റ് വാക്സിൻ. ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അമംഗ് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ക്യാൻസർ ഇസ് എ മേജർ കോസ് ഓഫ് ഡെത്ത്. അത് ശരിയാ. നോൺ ഇൻഫെക്ഷ്യസ്, പകരാത്ത രോഗങ്ങളിൽ, പകർച്ചവ്യാധികളല്ലാത്ത അസുഖങ്ങളിൽ മേജർ കോസ് ഓഫ് ഡെത്ത് ഈസ് ക്യാൻസർ. സാൽമണല്ല ടൈഫി generally enters into small intestine through food and water when they are contaminated and causes typhoid. അതും ശരിയാ. റൈനോ വൈറസ് ഇൻഫെക്ട് നോസ് ആൻഡ് റെസ്പിറേറ്ററി പാസേജ് ആൻഡ് ലങ്സ്. ഇത് തെറ്റാ. റൈനോ വൈറസ് ഓൺലി ദി അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ആണ്. റൈനോ വൈറസ് കോസസ് കോമൺ കോൾഡ്. നമ്മൾ സാധാരണ സയൻറ്റിഫിക്കലി പറയുക റൈനൈറ്റിസ് എന്ന് പറയും. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ എഫക്ട് ആൽവിയോളൈ ഓഫ് ദ ലങ്. അത് ശരിയാ. ഇത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ആണ്. ആൻസർ വിൽ ബി 3 എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഈ പേപ്പറിൽ സുവോളജി പാർട്ടിലുള്ളത്. അത് നിങ്ങൾക്ക് തെറ്റിയത് ഒന്ന് നോക്കുക കേട്ടോ. താങ്ക് യു. നമുക്ക് എക്സാം കഴിഞ്ഞു. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ എങ്ങനെ വന്നു നമുക്കൊന്ന് നോക്കാം അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ക്രോമസോം ഇൻ ദ മിയോസൈറ്റ് ആൻഡ് ഗമീറ്റ് ഓഫ് റൈസ് ആർ റെസ്പെക്റ്റീവ്ലി. മിയോസൈറ്റ് എന്ന് വെച്ചാൽ ദ സെൽ വിച്ച് അണ്ടർഗോ മിയോസിസ് ഈസ് എ മിയോസൈറ്റ്. ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡി എടുത്താൽ ഹ്യൂമൻ ബോഡിയുടെ മിയോസൈറ്റിൽ, ഹ്യൂമൻ ബോഡിയാണ് എടുക്കുന്നതെങ്കിൽ ഹ്യൂമൻ ബോഡിയുടെ മിയോസൈറ്റിൽ 46 ക്രോമസോം ഉണ്ടാവും. 46 ക്രോമസോം ഉണ്ടോ മിയോസൈറ്റിൽ? 46 ക്രോമസോമാണ് വരിക. ഓക്കെ, അപ്പോൾ ആ 46 ക്രോമസോം അണ്ടർഗോ മിയോസിസ്. അപ്പോൾ എത്ര വരും? 26, 23 ഉള്ള ഒരു ഗമീറ്റ് കിട്ടും. ഇത് ഡിപ്ലോയിഡാണ്. മിയോസൈറ്റ് എപ്പോഴും 2N ഗമീറ്റ് എപ്പോഴും N ആയിരിക്കും. അപ്പം നമുക്ക് പല പ്ലാന്റിൻ്റെ, പല ഓർഗാനിസത്തിൻ്റെ മിയോസൈറ്റിൻ്റെ ഒക്കെ നമ്പർ അറിയാം അല്ലേ. നമ്മൾ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ മറ്റൊന്ന് കാണുന്ന ഒനിയൻ പ്ലാന്റ് അല്ലെ, മെയ്സ് പ്ലാന്റ്. അപ്പോൾ ഇത് റൈസ് പ്ലാന്റിൽ എത്ര വരുമെന്ന് നമുക്ക് നോക്കാം. റൈസ് പ്ലാന്റിൻ്റെ കേസ് എടുക്കുമ്പോൾ റൈസ് പ്ലാന്റിൽ ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം 2N നമ്പർ ഓഫ് ക്രോമസോം അത് 24 ആണ്. അപ്പോൾ അതാണ് മിയോസൈറ്റിൻ്റെ ക്രോമസോം നമ്പർ. ഇനി അതിൽ ഗമീറ്റിലേക്ക് വരുമ്പോൾ N നമ്പറാണ്, അത് 12 വരും. കണ്ടോ? അപ്പോൾ ഇത് റൈസ് പ്ലാന്റ്. നമുക്ക് വേറെ 1-2 പ്ലാന്റ് എടുത്തേക്കാം. മെയ്സിൽ വരുമ്പോഴോ, മെയ്സ് പ്ലാന്റ് വരുമ്പോൾ അതിൻ്റെ 2N നമ്പർ ഓഫ് ക്രോമസോം 20യും N നമ്പർ ഓഫ് ക്രോമസോം 10ഉമാണ് ഗമീറ്റിൽ. അതുപോലെ ഒനിയനിലേക്ക് വരാം. ഒനിയനിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2N നമ്പർ ഓഫ് ക്രോമസോം 16 ആണ്, 16, ആൻഡ് N നമ്പർ ഓഫ് ക്രോമസോം 8 ആണ്. കണ്ടോ? ഇങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് കാണുന്നുണ്ട്. ചിലതിനൊക്കെ വേരിയേഷൻ വരുന്ന പ്ലാന്റുകളും ഉണ്ട്. പൊട്ടറ്റോ വരുമ്പോഴത്തെ എത്ര വരും? പൊട്ടറ്റോ പ്ലാന്റിൽ പൊട്ടറ്റോ വരുമ്പോൾ പൊട്ടറ്റോ നമുക്ക് ടെക്സ്ചറുള്ളത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി, സിലബസിലുള്ളത് മാത്രം. പൊട്ടറ്റോ പ്ലാന്റിൽ 48 ആണ് 2N എന്ന് പറയുന്നത്. 48 അല്ലേ? 48. അതിനകത്ത് N വരുമ്പോൾ ഹാപ്ലോഡ് വരുമ്പോൾ എന്ത് വരും? N വരുമ്പോൾ 24 വരും. ഇങ്ങനെ പോകും. അപ്പോൾ അത് ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഏതാ? 26 ക്വസ്റ്റിൻ്റെ ആൻസർ 26 ക്വസ്റ്റിൻ്റെ ആൻസർ 4 ആണ്. ഇതിൻ്റെ ആൻസർ 4 ആണ്. ആൻസർ 4 ഉണ്ടോ? 4 വരും. 27th ക്വസ്റ്റിനിലേക്ക് വരാം നമുക്ക്.
27th question. Among the following is not correct about the development of embryo sac from megaspore. ഒരു മെഗാസ്പോറിൽ നിന്ന് എംബ്രിയോ സാക്ക് ഉണ്ടാകുമ്പോൾ ഏതാണ് കറക്റ്റ് അല്ല നമ്മൾ ഓർക്കണം. അവിടെ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് മെഗാസ്പോർ. ആ മെഗാസ്പോർ എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ്റെ പ്രോഡക്റ്റാണ്. റിഡക്ഷൻ ഡിവിഷൻ്റെ പ്രോഡക്റ്റാണ് ഈ മെഗാസ്പോർ എന്ന് വിളിക്കുന്നത്. വേണ്ട. അപ്പോൾ എന്നിട്ട് അതിനകത്ത് നമ്മൾ പറയുന്ന മെഗാസ്പോറിനകത്തൊരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ്. ദിസ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ നോട്ട് റിഡക്ഷൻ, മൈറ്റോസ 3 പ്രാവശ്യം ഡിവൈഡ് ചെയ്യും. One, 2, 3, 4, 5, 6, 7, 8 ന്യൂക്ലിയർ സ്ട്രക്ചറായിട്ട് മാറും. അപ്പോൾ ഡിവൈഡ് ത്രൈസ് 3 times ഡിവൈഡ് ചെയ്യും. 3 times ഡിവൈഡ് ചെയ്യും. അപ്പോഴാണ് എന്നിട്ടാണ് ഇന്ന് എംബ്രിയോ സാക്കായി മാറുന്നത്. നമുക്കിനി നോക്കാം അതിൽ എന്തൊക്കെയാണ് തെറ്റ് എന്തൊക്കെ ശരി നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ 27th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഏത് വരും നോക്കാം. 1. In majority of flowering plants, one of the megaspore is functional while others 3 degenerate. നമുക്ക് വേണ്ട തെറ്റായിട്ടുള്ളതാണ് വേണ്ട. അപ്പോൾ ഇത് ശരിയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്, കറക്റ്റ്. ഫങ്ഷണൽ ഓൾ ഓഫ് ദ 3. അപ്പോൾ 3 ഡിവൈഡ് ചെയ്തു. 3 സെല്ലുണ്ടായി. 1, 2, 3, 4 4 സെല്ല്. അതിൽ 3 ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തു. ദിസ് ഈസ് ദ ഫങ്ഷണൽ മെഗാസ്പോർ കേട്ടോ. അതാണ് ഫങ്ഷണൽ മെഗാസ്പോർ. അതിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. 2. ന്യൂക്ലിയസ് ഓഫ് ഫങ്ഷണൽ മെഗാസ്പോർ ഡിവൈഡഡ് മിയോട്ടിക്കലി, നോട്ട് മിയോട്ടിക്കലി, മൈറ്റോട്ടിക്കലി ആണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഇനിഷ്യലി സെൽ ഡിവിഷൻ ആർ സ്ട്രിക്ട്ലി ഫ്രീ ന്യൂക്ലിയർ. ദാറ്റ് ഈസ് ന്യൂക്ലിയർ ഡിവിഷൻ നോട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ. അത് ശരിയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അപ്പം സി സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. Then mature embryos are contain egg apparatus towards egg apparatus, not towards chalasalin but towards micropylar. അപ്പോൾ മൈക്രോപൈലാർ എന്താണ്? അപ്പോൾ ഇത് തെറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. then embryo sac at maturity is not 7-celled, 8 nucleus, 7 nucleus, not 8 nucleated and 7 cells ആണ് വരിക. അപ്പോൾ ഏതൊക്കെയാണ് തെറ്റെന്ന് നോക്കിയേ. ബി തെറ്റാണ്, ഡി തെറ്റാണ്, ഇ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ 3 ആൻസറായിട്ട് വരും. അപ്പോൾ ആ ക്വസ്റ്റിനകത്ത് ആൻസർ ഏതാ? ആൻസറായിട്ട് വരുന്നത് 3 ആണ്. ബി, ഡി ആൻഡ് ഇ ആർ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. Then 28. മാച്ച് ദ ഫോളോയിങ്. കൃത്യമായിട്ട് നമുക്ക് മാച്ച് ചെയ്ത് നോക്കണം. എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് കറക്റ്റ് മാച്ചിങ് ചെയ്ത് വരുമെന്ന് നമുക്ക് നോക്കാം. ഹിമിഗിരി സി ആണ്. ഇസ് എ വീറ്റ് വെറൈറ്റി ദാറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ലീഫ് സ്ട്രൈപ്പ് ആൻഡ് ഹിൽബേൺ. നമ്പർ 2 പുസ സ്വാനി. പുസ സ്വാനി resistant to Pusa Swani is resistant to ഏത് വരും? ഷൂട്ട് ബോർ റെസിസ്റ്റൻ്റ് ആണ് പുസ സ്വാനി. ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോർ റെസിസ്റ്റൻ്റ്. അപ്പം എ ആണ്. ദെൻ പാർഭാനി ക്രാന്തി ഈസ് റെസിസ്റ്റൻ്റ് ടു യെല്ലോ മൊസൈക്ക് വൈറസ് ബിൻഡി ആണ്. ദെൻ പുസ സ്വാർണിം is a white rust resistant. Pusa swanim is a white rust resistant. എന്തുവാ? വൈറ്റ് റസ്റ്റ് റെസിസ്റ്റൻ്റ് ബ്രാസിക്കയാണ്. അപ്പോൾ അത് ഏത് വരുന്നത്? ബി വരും. ഇനി നോക്കിയേ, CADB വരുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വളരെ ഫെമിലിയർ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഹ്യൂമിഗിരി വീറ്റാണ് അല്ലേ, വീറ്റ് വെറൈറ്റിയാണ്. അത് ഹിൽബോണിനെ റെസിസ്റ്റ് ചെയ്യുന്നത്.
രണ്ടാമത്തെ പൂസ സ്വാനി അതൊരു ലേഡീസ് ഫിംഗറാണ് അല്ലേ, അത് ഷൂട്ട് ബോർ റെസിസ്റ്റ് ചെയ്യുന്നു. പാർബാനി ക്രാന്തി അത് ലേഡീസ് ഫിംഗറാണ്, അത് യെല്ലോ മൊസൈക്ക്. പുസ സ്വാർണിം ഒരു ബ്രാസിക്ക വൈറ്റ് റെസിസ്റ്റ് ചെയ്യുന്നത്. സോ ആൻസർ 3 ആണ്. ആൻസർ 3. ഓക്കെ, 29ലേക്ക് വരാം. വൈറസ് ഫ്രീ പ്ലാൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ത്രൂ. വൈറസ് പ്ലാൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ത്രൂ മെരിസ്റ്റം കൾച്ചറിലൂടെയാണ് വൈറസ് ഫ്രീ പ്ലാന്റ് ഉണ്ടാവുക. അതെങ്ങനെയാണ്? അതെന്തുകൊണ്ടാണ്? കാരണം മെരിസ്റ്റമാറ്റിക് സെൽ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആണ്. അവിടെ അപ്പം ഓക്സിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടാവും. സോ വൈറസ് കനോട്ട് എക്സിസ്റ്റ്. വൈറസിനോടെ നിലനിൽക്കാൻ പറ്റത്തില്ല, അതാ കാര്യം. കണ്ടോ? അപ്പം ആൻസർ 1 ആണ്. ആൻസർ വരിക. Question number 30. The first recombinant DNA has been constructed by. The first recombinant DNA is constructed by Stanley Cohen and Herbert Boyer. In 1972. 1972ലാണ് കണ്ടുപിടിക്കുന്നത്. ബാക്കി ഡേറ്റ് ഒന്നും ശരിയല്ല. ഏണസ്റ്റൈൻ ആൻഡ് ഹോവാർഡ് ഫ്ലോറി ആൻറ്റിബോഡി, പെൻസിലിൻ്റെ ഇൻവെൻഷനാണ് കേട്ടോ. പെൻസിലിൻ ഫുൾ പൊട്ടൻഷ്യൽ പെൻസിലിൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഇവരാണ്, ഏണസ്റ്റൈൻ ആൻഡ് ഹോവാർഡ് ഫ്ലോറി. അത് ആക്ച്വലി സംഭവിക്കുന്ന അറൗണ്ട് 1945ലാണ്. They received Nobel Prize in the year 1945 along with Alexander Fleming, Ernest Chain and Howard Florey. They are not related to recombinant DNA technology. Okay, only Stanley Cohen and Herbert Boyer are related to. അവരെന്താ ചെയ്തത്? സാൽമണല്ല തൈഫിമ്യൂറിയം ബാക്ടീരിയയിൽ നിന്ന് കെനാമൈസിൻ റെസിസ്റ്റൻ്റ് ജീനിനെ ഈക്കോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈക്കോളെ കെനാമൈസിൻ റെസിസ്റ്റൻ്റ് ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ആൻസർ സെക്കൻഡാണ്. ആൻസർ 2. നെക്സ്റ്റ് 31. The restriction enzymes are always isolated from the following group of organisms. Restriction enzyme നമുക്ക് എവിടെ നിന്ന് കിട്ടുള്ളൂ? റിസ്ട്രിക്ഷൻ എൻസൈം ബാക്ടീരിയ എന്ന് മാത്രമേ കിട്ടുള്ളൂ. പ്രോക്യാരിയോട്ടിൽ നിന്ന് മാത്രമേ റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കിട്ടുള്ളൂ. റിസ്ട്രിക്ഷൻ എൻസൈം കണ്ട, അത് അവരുടെ ഒരു ഡിഫെൻസ് മെക്കാനിസം ആണ്, വൈറസിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള. ബാക്ടീരിയയിൽ വേറെ ആരെങ്കിലും ഇല്ല കേട്ടോ. വൈറസിലല്ല, ബാക്ടീരിയ വൈറസിനെ എഗെയിൻസ്റ്റ് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ഓർഗാനിസം. അപ്പോൾ ആൻസർ 2 വരും. ഓക്കെ, നെക്സ്റ്റ് 32. ക്വസ്റ്റ്യൻ നമ്പർ 32ലേക്ക് വരാൻ എന്താ വരും നോക്കാം. ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ, എ പെപ്റ്റൈഡ് ആൻഡ് ബി പെപ്റ്റൈഡ് ആർ സെപ്പറേറ്റ്ലി synthesized and combined by creating, നോക്കി, എ പെപ്റ്റൈഡ് ബി പെപ്റ്റൈഡ് ഉണ്ടോ, 20 31 അമിനോ ആസിഡ്, ടോട്ടൽ 51. അതിൽ ഇവിടെ 3 ഡൈസൾഫൈഡുകളാണ്. ഒരു ഡൈസൾഫൈഡ് എയിൽ മാത്രം വരും, 2 ഡൈസൾഫൈഡുകൾ എയും ബിയും കൂടാണ്. ഡൈസൾഫൈഡ് ഇവിടെയും ഡൈസൾഫൈഡ് എയും ബിയും കൂടെ. അപ്പോൾ ടോട്ടൽ 3 ഡൈസൾഫൈഡ്. ഒരു ഇൻസുലിൻ ചെയിനിൽ 3 ഡൈസൾഫൈഡുകളാണ് കേട്ടോ. പെപ്റ്റൈഡ് ബോണ്ട് വരും. അത് ഏത് ബോണ്ടാണ്? ഡൈസൾഫൈഡ് ബോണ്ട് കൊണ്ടാണ് അവരെ കണക്ട് ചെയ്യുന്നത്. ഡൈസൾഫൈഡ് ബോണ്ട് ഇതുപോലെ ഒരു ഡൈസൾഫൈഡ് ബോണ്ട് ബിറ്റ്വീൻ ഇത് എ പെപ്റ്റൈഡാണ്, ഇത് ബി പെപ്റ്റൈഡാണ്. ആൻഡ് എ പെപ്റ്റൈഡ് ആൻഡ് ബി പെപ്റ്റൈഡ് ആർ കണക്റ്റഡ് ബൈ 2 ആൻഡ് 1 പെപ്റ്റൈഡ് ഈസ് സീൻ ഇൻ എ പെപ്റ്റൈഡ് ഓൺലി. ഒരെണ്ണം എ പെപ്റ്റൈഡ് മാത്രം, 2 എണ്ണം എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡിലൂടെ. അപ്പോൾ 32ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഏത് വരും? ആൻസർ 4 ആണ്. ആൻസർ വരും 33. If a foreign DNA is inserted at the BAM H1 of PBR322,
വിച്ച് സെലക്റ്റബിൾ മാർക്കർ ജീൻ വിൽ ഹെൽപ്പ് ടു റെക്കഗ്നൈസ് ട്രാൻസ്ഫോർമേഷൻ? ഒന്നുമില്ല, നമ്മൾ ആ PBr322 ഒന്ന് നോക്കിയാൽ മതി. PBr322 ഒരു പ്ലാസ്മിഡാണ്. ആ പ്ലാസ്മിഡിനകത്ത് 2 ആംഫിസെലിൻ റെസിസ്റ്റൻ്റ് ജീൻ വരും, 2 എണ്ണം. ഒരെണ്ണം AMP ആംഫിസെലിൻ റെസിസ്റ്റൻ്റ് ജീനും, മറ്റേത് അതൊരു സൈഡ്, മറ്റേടത്ത് ടെട്രാസൈക്കിൾ റെസിസ്റ്റൻ്റ് ജീനും. ആംഫിസെലിൻ റെസിസ്റ്റൻ്റ് ജീനിനകത്ത് 2 സെലക്റ്റബിൾ മാർക്കറുണ്ട്. ഏതൊക്കെ 2 സെലക്റ്റബിൾ മാർക്കർ? PVU1 PVU1 PST1. അത് രണ്ടും അവിടെ വരുന്നതാണ്. ഇനി ടെട്രാസൈക്കിൾ റെസിസ്റ്റൻ്റിനകത്ത് 2 എണ്ണം ഉണ്ട്. BAMH1. രണ്ടാമത്തെ ഒരെണ്ണം കൂടെ അവിടെ വരുന്നുണ്ട്, SAL1. ഇത് രണ്ടും അവിടെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചോദ്യത്തിനകത്ത് BAMH1 ഉപയോഗിച്ചും, BAMH1 ആകുമ്പോൾ എവിടെയായിരിക്കും വരിക? അത് ആംഫിസെലിൻ റെസിസ്റ്റൻ്റിനകത്തല്ല അതാണോ വരുന്നത്, അതോ ടെട്രാസൈക്കിൾ റെസിസ്റ്റൻ്റിനകത്താണോ വരുന്നത്? സ്വാഭാവികമായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അത് വരുന്നത് ആംഫിസെലിൻ. ഇഫ് എ ഫോറിൻ DNA is entered into BAMH1 site of PBr322, which selectable marker will be helped to recognize transformant? ഏതാ? അപ്പോൾ അതിന് ടെട്രാസൈക്കിളിനെ റെസിസ്റ്റ് ചെയ്യില്ല. ഇഫ് ദ ഫോറിൻ DNA is introduced into the BAMH1 site of PBr322, which selectable marker will help to recognize transformant? ട്രാൻസ്ഫോർമെൻറ്റിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏതാ? കാരണം അത് ഇനി BAMH1 ആകുമ്പം പിന്നെ ഇത് ആംഫിസെലിനകത്ത് വളരില്ല, വരില്ലോ. ആംഫിസെലിൻ റെസിസ്റ്റൻ്റ് ജീനിനകത്ത് വളരുകയല്ല. BAMH1 വരുന്നത് ടെട്രാസൈക്കിളിനകത്ത് വളരില്ല, അല്ലേ? ടെട്രാസൈക്കിളിൻ്റെ ആണ് BAMH1, അതിനകത്ത് ഇനി വളരില്ല. അപ്പോൾ അതെവിടെയാണ് വളരുക? അത് ആംഫിസെലിൻ റെസിസ്റ്റൻ്റിനകത്തേ വളരുള്ളൂ. അപ്പം ദ ഫോറിൻ DNA ഇൻസേർട്ടഡ് ഇൻ ടു ദി BAMH1 സൈറ്റ്, അതോടുകൂടി ടെട്രാസൈക്കിൾ ഇനാക്റ്റീവായി. ടെട്രാസൈക്കിളിനകത്ത് ഇനി അത് വളരില്ല, പിന്നെ ഏതിനകത്തേ വളരുള്ളൂ? ഇറ്റ് കനോട്ട് ഗ്രോ ഇൻ ടെട്രാസൈക്കിൾ ബട്ട് ക്യാൻ ഗ്രോ ഇൻ ആംഫിസെലിൻ. അപ്പോൾ ആംഫിസെലിനകത്ത് ഗ്രോ ചെയ്യുന്നതിനെ നമ്മൾ എടുക്കും. അങ്ങനെ നമുക്ക് ഏത് വെച്ചിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും? ആംഫിസെലിൻ റെസിസ്റ്റൻ്റ് ജീനെ വെച്ചിട്ട്, അല്ലെങ്കിൽ ആംഫിസെലിൻ റെസിസ്റ്റൻറ്റിനെ വെച്ചിട്ട് നമുക്ക് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയാമെന്ന് മനസ്സിലായല്ലോ സംഭവം. BAMH1 യൂസ് ചെയ്തിരിക്കുന്നത്. BAMH1 യൂസ് ചെയ്താൽ പിന്നെ ടെട്രാസൈക്കിളിന് എക്സിസ്റ്റ് ചെയ്യില്ല. ദാറ്റ് ബാക്ടീരിയൽ കോളനി ഈസ് ഗ്രോൺ ഇൻ ടെട്രാസൈക്കിൾ ഇൻ കനോട്ട് എക്സിസ്റ്റ്. അത് നശിച്ചു. അപ്പോൾ അതിനെ എവിടെ വളർത്തും? ആംഫിസെലിനകത്ത് വളർത്തുമ്പോൾ അത് ആംഫിസെലിനെ സർവൈവ് ചെയ്യാൻ, റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. സർവൈവ് ചെയ്യുന്നെങ്കിൽ അപ്പോൾ അത് ട്രാൻസ്ഫോർമൻ്റ് ആണ്. സോ ആൻസർ 1. Then 34. An invariably defined range of conditions that an organism can tolerate. Invariably defined organism can tolerate. എന്തു വരും അവിടെ? ഇൻവേരിയബിളി റേഞ്ച് ഓഫ് കണ്ടീഷൻ വരുന്നത് എവിടെയാ? നിച്ചിനകത്താണ്, അല്ലേ? 34 നമുക്ക് ആൻസർ വരും, നിച്ച് ആണ് ആൻസർ വരിക. ആൻഡ് ഓർഗാനിസം ടോളറേറ്റ് ചെയ്യാൻ പറ്റണം, ഉണ്ടോ? റേഞ്ച് ഓഫ് കണ്ടീഷൻ വേരിയബിൾ ഹാബിറ്റാറ്റ് ആണ്, അത് കണ്ടീഷനാണ് ഹാബിറ്റാറ്റ്. ഇത് അതിന് മാത്രം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം, അതിന് മാത്രം, ഓർഗാനിസിന് മാത്രം, അത് നിച്ചാണ്. ഓക്കെ, ദെൻ 35ലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിയോളജിക്കലി activity does not occur during altitude sickness? ഹൈ ആൾട്ടിറ്റ്യൂഡിലെത്തുമ്പോൾ അവിടെ PO2 പാർഷ്യൽ പ്രഷർ ഓക്സിജൻ ഡിക്രീസ് ചെയ്യും. അപ്പോഴാണ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാകുന്ന ഒരാളിൽ എന്ത് സംഭവിക്കില്ല? ഇൻക്രീസ് ദ ബൈൻഡിങ് അഫിനിറ്റി ഹീമോഗ്ലോബിൻ. ഓക്കെ, അവിടെ ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യും, RBC പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് സംശയം, ഡിക്രീസ് ബൈൻഡിങ് അഫിനിറ്റി ആണോ ഇൻക്രീസ് ബൈൻഡിങ് അഫിനിറ്റി ആണോ നോക്കാം. ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്നു, ഓക്സി ഹീമോഗ്ലോബിൻ. ആ ഓക്സി ഹീമോഗ്ലോബിൻ്റെ ബൈൻഡിങ് അഫിനിറ്റി മോർ ആണെങ്കിൽ എന്താ കുഴപ്പം? ഇറ്റ് കനോട്ട്. ബൈൻഡിങ് അഫിനിറ്റി മോർ ആയാൽ പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്യില്ല.
അപ്പോൾ ബൈൻഡിങ് അഫിനിറ്റി ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ഇത് ശരിയാണ്, ഇത് ശരിയാണ്. അപ്പോൾ ശരിയല്ലാത്തത് ഏതാ? 1. അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫിസിയോളജി ഡസ് നോട്ട് ഒക്കർ? നമ്പർ 1 ആണ് ആൻസർ 1. കാരണം അതിൻ്റെ ബൈൻഡിങ് എഫിൻ്റെ ഹീമോഗ്ലോബിൻ കൂടാൻ പാടില്ല, കുറയണം. എങ്കിലേ പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. 35. 36. സെക്കൻഡറി സക്സഷൻ ടേക്സ് പ്ലേസ്. സെക്കൻഡറി സക്സഷൻ 2 ടൈപ്പിലാണ്. പ്രൈമറി സക്സഷൻ എപ്പോഴും ന്യൂ ഏരിയയിലാണ്. എന്നാൽ ക്ലിയർ അഗ്രികൾച്ചർ ഏരിയയിലോ ഫോറസ്റ്റിലോ നടക്കുന്നതെല്ലാം സെക്കൻഡറി സക്സഷനാണ്. അപ്പോൾ സെക്കൻഡറി സക്സഷൻ എവിടെയാണ് നടക്കുക? ഡീജനറേറ്റഡ് ഫോറസ്റ്റിലാണ്. ഒരിക്കലും ബെയർ റോക്കി നടക്കില്ല, ന്യൂലി ക്രിയേറ്റഡ് പോണ്ട് നടക്കില്ല, ന്യൂലി കൂൾഡ് ലാവ. അവിടെ എല്ലാം പ്രൈമറിയാണ് നടക്കുന്നത്. ഇവിടെയാണ് സെക്കൻഡറി. അപ്പോൾ ആൻസർ ചെയ്ത് വരും 4 ആണ് ആൻസറായിട്ട് വരിക. 37. ദ പെർസെൻറ്റേജ് ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലോബൽ വാർമിംഗ്. നോക്കാം. ഗ്ലോബൽ വാർമിങ്ങിൽ ഇൻവോൾവ് ആവുന്ന 4 മേജർ ഗ്യാസസ് ആണ്. അതിൽ 60% കാർബൺ ഡൈ ഓക്സൈഡാണ്. ഒരു അറൗണ്ട് 20%ഓളം മീഥേൻ വരും. അറൗണ്ട് ഒരു 14%ഓളം CFC, ഒരു 6%ഓളം NOx, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. കണ്ടോ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അക്കൗണ്ട് ഫോർ 60%. ആൻസർ 3 ആണ്. ആൻസർ 3. അക്കൗണ്ട് ഫോർ 30%. ഓക്കെ. അപ്പോൾ 37 ആൻസർ 3 ആണ്. 38. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്ററീസ് ഡിവൈസ് ഡിസൈൻഡ് ടു റിമൂവ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്ററിൽ ഇതുപോലെയാണ്. ഇവിടെ നെഗറ്റീവ് വയറുകൾ ഉണ്ടാവും അല്ലേ, അതിൽ നിന്ന് ഇലക്ട്രോൺ ഉണ്ടാവും. ഇവിടെയെല്ലാം ഇങ്ങനെ കളക്റ്റിംഗ് പ്ലേറ്റുകളാണ്, പോസിറ്റീവ്ലി ചാർജ്. അപ്പോൾ ഇവിടെ ഡേർട്ടി എയർ വരുന്നു, അതെല്ലാം നെഗറ്റീവ് ആവുന്നു. അത് സ്ലോ ആയിട്ട് കളക്റ്റിംഗ് പ്ലേറ്റിലൂടെ പോകുമ്പോൾ അതങ്ങ് സ്റ്റക്കാവും, അതവിടെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ പ്യുവർ. അപ്പോൾ ഈ എന്തിനാ? പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ, എയറിലുള്ളതിനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ആൻസർ 38 ആൻസർ 1 ആണ്. ഓക്കെ. 39. ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. കറക്റ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റ് കണ്ടുപിടിക്കണം. 1. ക്ലാസിക്കൽ പ്ലാന്റ് ബ്രീഡിംഗ് ഇൻവോൾവ്സ് ഹൈബ്രിഡൈസേഷൻ ആൻഡ് മ്യൂട്ടേഷൻ അല്ല, ഹൈബ്രിഡൈസേഷൻ SELEC സെലക്ഷനാണ് വരേണ്ടത്. അപ്പോൾ തെറ്റിപ്പോയി. 2. സെലക്ഷൻ പ്രോസസ് ക്രൂഷ്യൽ ടു ദ സക്സസ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് 100% കറക്റ്റ്. സെലക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദെൻ അഗ്രികൾച്ചർ അക്കൗണ്ട് ഫോർ അപ്രോക്സിമേറ്റ്ലി 32% GDP അല്ല, 33% GDP ആണ് വരേണ്ടത്. ഇതും തെറ്റിപ്പോയി. ഓക്കെ. ദെൻ സെമി ഡാർക്ക് വെറൈറ്റി വീറ്റ് കല്യാൺ സോണ സൊനാലിക, അത് 1963 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റിക്കാർഡഡ് എവിഡൻസ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് ഡേറ്റ് ബാക്ക് ടു 9000, അതും ശരിയാണ്. അപ്പം 3 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ഉണ്ട്, 2 എണ്ണം തെറ്റും വരും അല്ലേ. അപ്പോൾ എൻ്റെ ആൻസർ എങ്ങനെ വരും? എൻ്റെ ആൻസർ നമുക്ക് 1ാമത്തെ ഓപ്ഷനാണ് ആൻസർ വരിക അല്ലേ. 3 എണ്ണം ശരിയാണ്. ആൻസർ 39ൻ്റെ ആൻസർ 3 ആണ്. 1 ഇതാ 3 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്. അപ്പോൾ ആൻസർ 3 വരും. ഓക്കെ. ദെൻ കണ്ടല്ലോ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കറക്ഷനും തന്നിട്ടുണ്ട് ഞാൻ. 40. RNA interference takes place in eukaryote as a method of cellular defense involves. എന്താ ചെയ്യുക നോക്കിക്കോണം. അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ DNA-യിൽ നിന്ന് RNA ഫോം ചെയ്യും. ഈ RNA ആണ് അതിനെ ഫേവർ ചെയ്യുക, അല്ലെങ്കിൽ പാരസൈറ്റിന് ഹോസ്റ്റ് റിലേഷനെ ഫേവർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ RNA നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആക്കുക. RNA ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആക്കുമ്പോൾ എന്ത് ചെയ്യും? ഡബിൾ സ്റ്റാൻഡേർഡ് RNA cannot പ്രൊഡ്യൂസ് പ്രോട്ടീൻ. അപ്പോൾ അവിടെ ശരിക്കും എന്താ ചെയ്യുക? അപ്പോൾ ക്വസ്റ്റിന് ഇതിനെ സൈലൻ്റ് ആക്കി കളയുക, ഫങ്ഷൻ ചെയ്താക്കുക.
അപ്പോൾ സൈലൻസിങ് ഓഫ് സ്പെസിഫിക് mRNA ഡ്യൂ ടു കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡ് RNA ആക്കി മാറ്റുക അല്ലേ, സൈലൻസിങ്. അപ്പോൾ 2 ആൻസറായിട്ട് വരും. സൈലൻസിങ് ഓഫ് സ്പെസിഫിക് DNA അല്ല, സൈലൻസിങ് ഓഫ് സ്പെസിഫിക് mRNA കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡ് RNA അല്ല, സൈലൻസിങ് ഓഫ് ഫങ്ഷൻ ഓഫ് പോളിപെപ്റ്റൈഡ് അല്ല, സൈലൻസിങ് ഓഫ് സ്പെസിഫിക് mRNA വിത്ത് കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആക്കി മാറ്റുന്നു. ആ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആക്കി മാറ്റും. ആൻസർ 2 ആണ്. ആൻസർ 2. Then question number 41. In gel electrophoresis, ആ വെല്ല് DNA ഒഴിച്ചു കൊടുക്കുമ്പോൾ DNA ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് പുറത്തു വരും. ഈ DNA നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. ചെറിയ ചെറിയ പീസുകളാണ് ഇവിടെ വരിക കേട്ടോ. ഞാൻ മറിച്ചപ്പോൾ തെറ്റിപ്പോയതാണ്. വലിയ പീസുകളോടെയും ചെറിയ ചെറിയ പീസുകളാണ് ഇവിടെ വരേണ്ടത്. ഇങ്ങോട്ട് വരുമ്പം ചെറിയ ചെറിയ പീസുകൾ വരും, ഇങ്ങനെ ചെറിയ. അപ്പോൾ ഇതിനെ നമുക്ക് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇനി സ്റ്റെയിൻ DNA വിത്ത് എഥിഡിയം ബ്രോമൈഡ് കൊണ്ട് സ്റ്റെയിൻ ചെയ്തിട്ട് UV റേസിൽ എക്സ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓറഞ്ച് കളറിലൊക്കെ കാണുക. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? സ്റ്റെയിനിങ് DNA വിത്ത് എഥിഡിയം ബ്രോമൈഡ് ആൻഡ് ഫോളോഡ് ബൈ UV റേസ് എക്സ്പോസർ. UV റേസിൽ എക്സ്പോസ് ചെയ്യുക. 42. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഒരെണ്ണമാണ് വീണ്ടും വരുന്നത്. നമ്മൾ PUV എവിടെയാണ് കണ്ടേ? PUV നമ്മൾ കണ്ടത് സെലക്റ്റബിൾ മാർക്കറായിട്ടാണ് അല്ലേ? ഓക്കെ, നോക്കാം 42ൻ്റെ ആൻസർ എങ്ങനെ വരും നോക്കാം. PUV ഒരു റെസ്ട്രിക്ഷൻ എൻസൈം അല്ലേ? PUV 1 നോക്കിയാൽ നമുക്ക് C ഇടാം. 2 റോപ്പ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഫോർ റെപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മിഡാണ് അല്ലേ? അതിന് B ഇടാം. ടെട്രാസൈക്കിൾ റെസിസ്റ്റൻ്റ് ജീൻ ഒരു സെലക്റ്റബിൾ മാർക്കറാണ് അല്ലേ? സെലക്റ്റബിൾ D ഇടാം. ഇനി സാലുണ്ട്, അതെവിടെയാണ് വരണ്ടേ? സാൽ വരുന്നത് അതും റിസ്ട്രിക്ഷൻ എൻസൈം തന്നെയാണല്ലോ, അതും C വരത്തുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 2 C വരുന്നത് ഉണ്ടല്ലോ. CBDC 1 ആൻസറായിട്ട് വരിക. വേണ്ട, 1 ആൻസറായിട്ട് വരും. ആൻസർ 1 ആണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ശരി. 43. സെലക്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് എക്സ്പ്ലെയിൻ ബെസ്റ്റ് പാരസൈറ്റിസം. പാരസൈറ്റത്തെ ഏറ്റവും ബെസ്റ്റായിട്ട് ഓൺ ഓർഗാനിസം ബെനിഫിറ്റഡ് അല്ല, അതർ ഹാംഫുണ്ട്. ബോത്ത് ഓർഗാനിസം ബെനിഫിറ്റഡ് അല്ല, അത് മ്യൂച്വലിസം വരണം. ഓൺ ഓർഗാനിസം ബെനിഫിറ്റ് അതർ ഈസ് അഫക്റ്റഡ്, അത് ഉറപ്പായിട്ട് ശരി. നമുക്ക് നോക്കാം, ഇവിടെ ഇരിക്കട്ടെ അല്ലേ? ഇത് ശരിയാണ്. ഓൺ ഓർഗാനിസം ബെനിഫിറ്റ് അതർ നോട്ട് അഫക്റ്റഡ് അതല്ല, അത് വരണമെങ്കിൽ അമൻസാലിസം വരണം. അപ്പോൾ ആൻസർ 3 ആണ്. 3 ആണ് ആൻസറായിട്ട് വരിക. 43. ദെൻ 44 എന്താന്ന് നോക്കാം. 44 കാറ്റലൈറ്റിക് കൺവെർട്ടർ. കാറ്റലൈറ്റിക് കൺവെർട്ടർ എന്ന് പറയുമ്പോൾ അത് ഓട്ടോമൊബൈലിലെ എക്സോസ്റ്റ് ഇല്ലാതാക്കാനുള്ളതല്ലേ? ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് ഇല്ലാതാക്കാം. നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെ ഉണ്ടോ നോക്കാം. അതിന് കാർബൺ മോണോക്സൈഡും നൈട്രജൻ ഓക്സൈഡും ഒക്കെ റിമൂവ് ചെയ്യാൻ നമുക്ക് 4 എന്നിട്ട് വെക്കാം. എന്താ? ഓസോൺ ഹോള്. ഓസോൺ ഹോള് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ക്ലോറോ ഫ്ലൂറോ കാർബണിൽ നിന്നുണ്ടാകുന്ന ക്ലോറിനാണ്. അപ്പോൾ നമുക്കൊരു കാര്യം 1 എന്നിട്ട് വെക്കാം. ഇയർ മഫിൾ ചെയ്യുന്നത് സൗണ്ടാണ്, അങ്ങനെ സൗണ്ട് ഉണ്ട്. 2 എന്നിട്ട് വെക്കാം അല്ലേ? അടുത്ത ലാൻഡ് ഫില്ല് സോളിഡ് വേസ്റ്റ് ആണ്, അത് നമുക്ക് 3 എന്നിട്ട് വെക്കാം അല്ലേ? 4 1 2 3 4 1 2 3 4 1 2 3 ഒരിടത്ത് മാത്രമേ വരുന്നുള്ളൂ, ആദ്യത്തെ ഓപ്ഷൻ മാത്രം. സോ ആൻസർ 1 ആണ്. കാരണം ലാൻഡ് ഫില്ല് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സോളിഡ് വേസ്റ്റാണ് കേട്ടോ, രണ്ടാണ് ലാൻഡ് ഫില്ലിന് ഉപയോഗിക്കുന്നത്. 45. An antirrhinum when 2 heterozygous pink flowered plants are crossed, there is a formation of 100 progeny in the proportion. നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന് നോക്കാം.
progenies in the proportion. നോക്കാം. ആൻറ്റി രണ്ടൊരു ഹെട്രോസൈഗസ് പിങ്ക് ആണെന്ന് പറയുന്നുണ്ടല്ലേ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, എഗെയിൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സ്മോൾ ആർ സ്മോൾ ആർ. ഇങ്ങനെയാണ് വരിക. ഇത് റെഡാണ്, ഇത് രണ്ടും പിങ്കാണ്, ഇത് വൈറ്റാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അപ്പോൾ മൊത്തം എടുത്താൽ 100 വരുന്നത് അല്ലേ. 100ൽ 25%, 50%, 25% എന്ന് വരണം. അങ്ങനെ വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം ഓപ്ഷൻ ഇതാണ്, സെക്കൻഡ് ഓപ്ഷനാണ്. നോക്കി, ഇത് റെഡാണ് ആകെയുള്ളതിൻ്റെ 25%, ഇത് വൈറ്റാണ് ആകെയുള്ളതിൻ്റെ 25%, ഇത് പിങ്കാണ് ആകെയുള്ളതിൻ്റെ 50% വരും. അപ്പോൾ 25, 50, 25. ഓക്കെ, അപ്പോൾ ആൻസർ 2 ആണ് അല്ലേ. ആൻസർ 2. 46. മാക്സിമം ബയോഡൈവേഴ്സിറ്റി ഈസ് ഓഫ്. മാക്സിമം ബയോഡൈവേഴ്സിറ്റി അതറിയണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിലുള്ള ചാർട്ടുകളെല്ലാം നിങ്ങൾ അറിയണം. ബയോഡൈവേഴ്സിറ്റി ചാപ്റ്ററിൽ കുറേ ചാർട്ടുകൾ കിടപ്പുണ്ട്. ആ ചാർട്ടുകളെല്ലാം കൃത്യമായിട്ട് അറിയുമ്പോഴായിരിക്കും അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുക. ഇക്കോസിസ്റ്റം ചാപ്റ്ററൊക്കെ കഴിഞ്ഞ് ബയോഡൈവേഴ്സിറ്റി എടുക്കുമ്പോൾ ആ ബയോഡൈവേഴ്സിറ്റി ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് കൃത്യമായിട്ട് അത് എടുക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി ചാപ്റ്റർ എടുക്കുമ്പോൾ ആദ്യത്തെ ഇൻസെറ്റ് വരുന്ന ഗ്രൂപ്പ് എടുക്കണം. ഇൻസെറ്റ് വരുന്ന ഗ്രൂപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ ഇങ്ങനെ എടുത്താൽ അതിനകത്ത് 70% ഒരു ചെറിയ പോർഷൻ മാത്രമേ ആര് വരുന്നുള്ളൂ, മറ്റ് ഓർഗാനിസം. ഇതെല്ലാം ഇൻസെറ്റിൻ്റേതാണ്. അപ്പം ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഇൻസെറ്റ് കറക്റ്റാണ്. ഇനി 2 മൊളസ്ക കുറവാണ് കേട്ടോ. അടുത്തത് വെർട്ടിബ്രേറ്റ്സ് എടുക്കുമ്പോൾ ഇത് വെർട്ടിബ്രേറ്റാണ്. വെർട്ടിബ്രേറ്റ് എടുക്കുമ്പം ഇങ്ങനെയാണ് ഡിവിഷൻ വരിക. പിന്നെ അത് ഫിഷസ് ഇങ്ങനെയാണ്. അപ്പോൾ ഫിഷസ്, മാമൽസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ്, ആംഫിബിയൻസ്. ഫിഷസ്, മാമൽസ്. അപ്പോൾ ഇവിടെ വെർട്ടിബ്രേറ്റ്സിൽ, ഫിഷസിൽ. ഇനി പ്ലാന്റിലേക്ക് പോകണം. പ്ലാന്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇത് ഫഞ്ചയാണ്, ഇത് ആൻജിയോസ്പെമാണ്. ആൻജിയോ. ഇനി ഇവിടെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ് വരിക? മോസസ്. ഇത് വലുത് മോസസ് ആണ്. ഇവിടെ ഫേൺ ആൻഡ് അലൈഡ് ഗ്രൂപ്പ്. ഇത് 2 പാർട്ടുണ്ട്. ഒന്ന് ആൽഗെ, മറ്റേത് ലൈക്കൻസ്. കണ്ടോ? അപ്പോൾ പ്ലാന്റ് എടുക്കുമ്പോൾ ഇതെല്ലാം പ്ലാന്റുകളാണ്. അതിനകത്ത് ഏതാ കൂടുതൽ? ആൻജിയോ ആണ് കൂടുതൽ. അപ്പോൾ ഇതിനകത്ത് മാക്സിമം ഡൈവേഴ്സിറ്റി ഏത് വരും? ഇതാണ് കറക്റ്റായിട്ട് വരിക. ഇൻസെറ്റ് ഇൻ വെർട്ടിബ്രേറ്റ്സ്, ഫിഷസ് ഇൻ ഇൻവെർട്ടിബ്രേറ്റ്, ഫിഷസ് ഇൻ വെർട്ടിബ്രേറ്റ് ആൻഡ് ആൻജിയോസ്പെം ഇൻ പ്ലാന്റ്സ്. സോ ആൻസർ 4 ആണ്. 47. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോർമൽ സൺ ഫ്രം ഹീമോഫിലിക് മദർ ആൻഡ് ഹീമോഫിലിക് ഫാദർ. നോക്കാം. ഫാദർ ഹീമോഫിലിക് ആണല്ലേ. ഫാദർ ഹീമോഫിലിക് ആകുമ്പം h(y) ഇൻറ്റു ഗെറ്റിംഗ് നോർമൽ സൺ. ഹീമോഫിലിക് മദറാണ്. മദർ ഹീമോഫിലിക് ആണ്. മദർ ഹീമോഫിലിക് ആകുമ്പോൾ എങ്ങനെ വരും? ഇത് ഫാദർ ഹീമോഫിലിക് ആണ്. h വരണം അല്ലേ. ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നോർമൽ സൺ ഫ്രം ഹീമോഫിലിക് മദറുമാണ്, ഹീമോഫിലിക് ഫാദറുമാണ്. ഇതാ ഇങ്ങനെയാണ് 2. ഇതിൽ നിന്ന് 2 ഗമീറ്റ് hy, ഇതിൽ നിന്ന് 1 ഗമീറ്റ് h മാത്രം. ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ H, സ്മോൾ h, വീണ്ടും hy. എത്ര % വരും? നോർമൽ മെയിൽ ഉണ്ടോ അവിടെ? ഇല്ല. ആ മെയിൽ ഉണ്ടാവുന്നതും എങ്ങനെയാണ്? ഹീമോഫിലിക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം 0% ആണ്. ആൻസർ ചെയ്ത് വരും മക്കളെ. 4 ആൻസറായിട്ട് വരും. നോക്കി, ഇത് ഹീമോഫിലിക് ഫാദറാണ്, ഇത് ഹീമോഫിലിക് മദറാണ്. കണ്ടോ? ഇവിടെ വല്ല ചാൻസും ഉണ്ടോ? മെയിലിൽ ഇത് ഫീമെയിൽ, ഇത് മെയിൽ. ഏത് മെയിൽ കിട്ടിയാലും
എന്തായിരിക്കും അവിടെ വരിക? അത് ഹീമോഫിലിക്കേ വരത്തുള്ളൂ. അപ്പോൾ 0% വരത്തുള്ളൂ ഹീമോഫിലിക്. സോ ആൻസർ 48 വരാം. ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് പെയർ. ഇൻകറക്റ്റ് പെയർ ട്രൈക്കോഡെർമ സൈക്ലോപോർനെ, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടറിക് ആസിഡ്, പ്രൊപ്പിയോണി ബാക്ടീരിയം റോക്കിഫോർട്ട് ചീസല്ല, സ്വിസ് ചീസാണ് വരേണ്ടത്. സ്വിസ് ചീസ. അസ്പെർജില്ലസ് സിട്രിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ തന്നെയാണ്. കണ്ടോ? അപ്പോൾ അവിടെ എന്തേ ആൻസർ വരുള്ളൂ? അവിടെ ആൻസർ വരേണ്ടത് 3 ആണ്. 48ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ 3 ആണ്. പ്രൊപ്പിയോണി ബാക്ടീരിയം സ്വിസ് ചീസിൻ്റെ പ്രൊഡക്ഷനാണ്, നോട്ട് റോക്കിഫോർട്ട്. പെനിസിലിയം റോക്കിഫോർട്ടിയാണ് ഇതിൻ്റെ ഉപയോഗം. ഇവിടെ വരുന്ന പെനിസിലിയം റോക്കിഫോർട്ടിയാണ്, റോക്കിഫോർട്ടിയാണ് വരുന്നത്. ഓക്കെ. 49 എന്താ നോക്കാം. പേരൻ്റ് ഓഫ് വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഹാവ് നോ ചാൻസ് ഓഫ് ഹാവിങ് ചൈൽഡ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് O. O ഗ്രൂപ്പ് ബ്ലഡ്, പേരൻസ് ഓഫ് വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഹാവ് നോ ചാൻസ് ഹാവിങ് ബ്ലഡ് ഗ്രൂപ്പ് O. ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാത്ത ഏതാണെന്ന് നോക്കാം. നമുക്ക് ഓരോന്ന് നോക്കാം. ഇതവിടെ നിൽക്കട്ടെ, ഇതെടുക്കാം. IAIB ഇൻറ്റു II. നോ കിട്ടരുത്, നോ ചാൻസ്. ഓക്കെ. ഇതിൽ നിന്ന് 2 ഗമീറ്റ് IAIB, ഇതിൽ നിന്ന് ഒരു ഗമീറ്റായി ക്രോസ് ചെയ്യുമ്പം IAI ആൻഡ് ക്രോസ് ചെയ്യുമ്പോൾ IBI. ഉണ്ടോ? ഇവിടെ A ഗ്രൂപ്പും B ഗ്രൂപ്പേ കിട്ടത്തുള്ളൂ. ഇവിടെ നോ ചാൻസ് ഫോർ ഗെറ്റിംഗ് O. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ, അത് ആൻസർ ആകാം. ഇനി ഇവിടെ ഉണ്ടോ നോക്കാം. രണ്ടാമത്തെ IAIA ആകാം, IBIB ആകാം. ഉണ്ടോ? ഇങ്ങനെ വന്നാൽ ഒരു പക്ഷേ O ഗ്രൂപ്പ് കിട്ടത്തില്ല. പക്ഷേ ഇതിനൊരു ഓപ്ഷനോടുണ്ട്, IAI IBI. അങ്ങനെ വരുമ്പോൾ O ഗ്രൂപ്പ് ബ്ലഡ് കിട്ടും. ഇനി B, ഇത് അപ്പോൾ ഇത് O കിട്ടാനുള്ള ചാൻസ് ഉണ്ടേ? ഇത് പറ്റത്തില്ല, ഇതില്ല. ഇനി നോക്കിയേ, IBI എന്ന് വന്നാൽ ഇവിടെ O ഗ്രൂപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടേ? ഇനി ഇത് വന്നാലും IAIക്കുള്ള ചാൻസ് ഉണ്ടേ? അവിടെ O ഗ്രൂപ്പ് ബ്ലഡ് കിട്ടാം. അപ്പോൾ ഇവിടെ ഒരു കാരണവശാലും O ഗ്രൂപ്പ് ബ്ലഡ് കിട്ടാത്ത ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആൻസർ ഏതാ മക്കളെ? 1 ആണ് ആൻസർ. ഓക്കെ. 50ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ 50. ഡ്യൂറിങ് ZH ട്രീറ്റ്മെൻറ്റ് എയറോബിക് മൈക്രോബ്സ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേജ്. എയറോബിക് എവിടെ ഉപയോഗിക്കുക? നമ്മൾ എയറോബിക് ഉപയോഗിക്കുന്ന പ്രൈമറിയിലല്ല. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് കൺവെൻഷണൽ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെൻറ്റേഷനാണ്. ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ആവശ്യമില്ല, ഡ്രിങ്കിങ് വാട്ടറാണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് രണ്ടിടത്തും ഉപയോഗിക്കുന്നില്ല. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ മാത്രമേ എയറോബിക് മൈക്രോബിനെ ഉപയോഗിക്കുന്നുള്ളൂ. എങ്കിൽ മാത്രമേ അവിടെയുള്ള ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആൻസർ ഏതാ മക്കളെ? ആൻസർ 2 ആണ് ആൻസർ. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തു, കൃത്യമായിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഓക്കെ, താങ്ക് യു.